വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 10 നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ 9 കഴിഞ്ഞു. അപ്പോൾ 24 ഗുരുക്കന്മാരും യദുമഹാരാജാവും തമ്മിലുള്ള സംവാദം ഭഗവാൻ വിസ്തരിച്ച് ഉദ്ധവരോട് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ പലതരം ഗുരുക്കളെ കണ്ടുല്ലോ. പിന്നെ എന്താ പറയുക, പിന്നെ അതിലെ 8 ഗുരുക്കൾ എന്താണ്, എന്തെങ്കിലും ഗിവപ്പ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ത്യജിക്കണം എന്ന് കാണിച്ചു. പിന്നെ 3 ഗുരുക്കൾ പിന്നെന്താണ്, അവരുടെ ഗുഡ് മാത്രം എടുത്തിട്ട്, നല്ലത് മാത്രം എടുത്തിട്ട് അവരുടെ ചീത്തയായിട്ടുള്ളത് കളയണം. അതായത് ഇപ്പോൾ തേനീച്ചയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കരുത് എന്നുള്ളതൊക്കെ അങ്ങനെയുള്ളത്. പക്ഷേ അതിൻ്റെ സാരം എസൻസ് മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് നല്ലതാണ്. അതൊക്കെ കണ്ടു നമ്മൾ. പിന്നെ ബാക്കി 13 ഗുരുക്കന്മാർ, പഞ്ചഭൂതങ്ങളും ചന്ദ്രനും സൂര്യനും പിന്നെ സമുദ്രവും പിന്നെ കുട്ടിയും അല്ലേ, ബാലൻ ചെറിയ കുട്ടി, പിന്നെ എന്താ പറയുക, ഈ വമ്പുണ്ടാക്കണ ആൾ, 8 കാലി, പിന്നെ എന്താ പറയുക വേട്ടാളൻ, ഇതൊക്കെ എന്താണ് അവരെ പോലെ ആവണം എന്നാണ് അല്ലേ. അവർ ചെയ്യണം നമ്മൾ ശരിക്ക് നല്ലതാണ്, അതിനെ നമ്മൾ അനുകരിക്കണമെന്ന്, മറ്റത് അനുകരിക്കരുതെന്ന്. പിന്നെ വേറെ ചിലത് അനുകരിക്കണം, ചിലത് അനുകരിക്കേണ്ട. അങ്ങനെ 24 ഗുരുക്കന്മാർ നമ്മൾ കണ്ടു. എന്നിട്ട് പിന്നെ ഈ അവധൂതൻ എന്ത് പറഞ്ഞു, പിന്നെ യദുവിനോട് ഈ പിന്നെ ഈ ഇങ്ങനെയുള്ള, അതായത് ഞാനിങ്ങനെ ആത്മാനുഭവം നേടി, ഈ ഗുരുക്കന്മാരിനൊക്കെ പഠിച്ചിട്ട് ഞാൻ ആത്മാനുഭവം, എനിക്കിപ്പോൾ ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ട് ഞാൻ പിന്നെ നിസ്സംഗനായിട്ട് സഞ്ചരിക്കുന്നു. ഒരു ഗുരുവിന് ലഭിച്ച ജ്ഞാനം അത്ര പൂർണ്ണമാവില്ല. അതുകൊണ്ടാണ് ഞാൻ 24 ഗുരുക്കന്മാരിൽ നിന്നും ഇതൊക്കെ ഗ്രഹിച്ചിട്ട് ഞാൻ ഇപ്പോൾ നിസ്സംഗനായത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞാൽ, നമ്മൾ എന്ത് പറഞ്ഞു നിർത്തിവെച്ചാൽ, പിന്നെ ഇങ്ങനെ ഹേ ഉദ്ധവരെ, ഇങ്ങനെ ഈ അവധൂതൻ, അതായത് ദത്താത്രേയൻ യദുമഹാരാജാവിനോട് പറഞ്ഞതിന് ശേഷം അവിടുന്ന് പോയി. അങ്ങനെ യദുചക്രവർത്തി ഈ അവധൂതൻ്റെ വാക്കുകളൊക്കെ ഉൾക്കൊണ്ട് സർവസംഘ പരിത്യാഗിയും നല്ല ശാന്തചിത്തനും ആയിട്ട് പിന്നെ ബാക്കിയുള്ള ജീവിതം നയിച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് 10-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 10-ാമോധ്യായം. ഇതിനി ഭഗവാൻ തന്നെയാണ് പറയണത്. ആദ്യം തൊട്ട് ഭഗവാന്റെ വാക്കുകളാണ് ഉദ്ധവരോട്. അപ്പോൾ നമുക്ക് നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച മയോദിതേഷ്വവഹിത സ്വധർമ്മേഷു മദാശ്രയ വർണ്ണാശ്രമകുലാചാരമകാമാത്മാ സമാചരേത്. മയോദിതേഷു എന്ന് പറഞ്ഞാൽ എന്താ, എന്നാൽ ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ ഉപദേശിക്കപ്പെട്ട സ്വധർമ്മേഷു, സ്വന്തം ധർമ്മങ്ങളിൽ, അതായത് ഭാഗവത ധർമ്മം തന്നെ പറയാം. ഭഗവാൻ പറഞ്ഞതൊക്കെ ഭാഗവത ധർമ്മമാണല്ലോ. ഞാനിപ്പോൾ പറഞ്ഞു തന്ന ഭാഗവത ധർമ്മങ്ങളിൽ അവഹിത അകാമാത്മ, അതായത് നല്ലോണം ശ്രദ്ധയോടുകൂടി ഞാൻ പറഞ്ഞ ഭാഗവതധർമ്മങ്ങളെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചിട്ട് എന്താണ്, അകാമാശ്ച, അതായത് ഫലാപേക്ഷയില്ലാതെ, ഫലം ആഗ്രഹിക്കാതെ, മത ആശ്രയ, എന്നെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ആ ഭാഗവതധർമ്മങ്ങൾക്ക് എന്താണ്, മതാശ്രയ വർണ്ണാശ്രമകുലാചാരം സമാചരേത്. ഈ ഇപ്പം ഞാൻ പറഞ്ഞ ഭാഗവതധർമ്മങ്ങൾക്ക് വിരുദ്ധമല്ലാതെ അവനവൻ്റെ വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ച് ഭാഗവതധർമ്മങ്ങൾക്ക് വിരുദ്ധമാവാതെ നല്ല ധർമ്മം ആചരിച്ച് ജീവിക്കൂ എന്നാണ് പറഞ്ഞത് ഉദ്ധവനോട്. അതായത് വളരെ പ്രധാനമാണ്, എന്തറിയോ, അവനവൻ്റെ ധർമ്മം അനുഷ്ഠിക്കണത്. അതാണ് ഇപ്പോൾ ഇതിൽ പറയണത്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞതൊക്കെ അങ്ങ് ഇപ്പോൾ കേട്ടില്ലേ, ഞാൻ ഭാഗവതധർമ്മങ്ങൾ. ഇനി എന്നെ സർവാത്മന ആശ്രയിച്ചുകൊണ്ട് അങ്ങ് സ്വധർമ്മം തന്നെ അനുഷ്ഠിക്കൂ. വർണ്ണാശ്രമ കുലത്തിലത്തെ ആചാരങ്ങളൊക്കെ ഫലേച്ഛ കൂടാതെ അങ്ങ് അനുഷ്ഠിക്കൂ. എന്നാൽ അതാണ് അത്ര ഇതിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അനുഷ്ഠിക്കൂ എന്നിട്ട് പറയാണ്. അപ്പോൾ ഈ പിന്നെ എങ്ങനെയാണ്
ഇപ്പം ഫലാപേക്ഷ ഇല്ലാതെ എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പം എങ്ങനെയാണ് ഫലാപേക്ഷ ഇല്ലാതെ പറ്റുക? നമുക്ക് ശരിക്കന്നെ വൈരാഗ്യം വന്നാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിന് ആഗ്രഹിക്കുക. അപ്പം അതെങ്ങനെയാണെന്നാണ് പറയണം കേട്ടോ. രണ്ടാമത്തേൽ നമുക്കൊന്ന് വായിച്ചിട്ട് ശ്രീ ഭഗവാൻ ഉവാച മയോജിതേഷ്വവഹിത സ്വധർമ്മേഷു മദാശ്രയ വർണ്ണാശ്രമകുലാചാരമകാമാത്മാ സമാചരേത്. അകാമാത്മാ പറഞ്ഞു, അതായത് ഫലേച്ഛ കൂടാതെ ആചരിക്കൂ എന്ന് പറഞ്ഞു അല്ലേ? എല്ലാ സ്വധർമ്മങ്ങളും. അന്വീക്ഷേത വിശുദ്ധാത്മാ ദേഹിനം വിഷയാത്മനം ഗുണേഷു തത്വധ്യാനേന സർവാരംഭ വിപര്യം. എന്താണ് വിശുദ്ധാത്മാ? അതായത് ഇങ്ങനെ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞല്ലോ. എല്ലാം ഈശ്വരനെ ആശ്രയിച്ചിട്ട്, ഈശ്വരനെ സർവാത്മനെ ആശ്രയിച്ചുകൊണ്ട് സ്വധർമ്മങ്ങൾ, ഭാഗവതധർമ്മത്തിന് ഒരു വിരോധം വരാത്ത വിധത്തിൽ സ്വധർമ്മങ്ങൾ അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അങ്ങനെ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ വിശുദ്ധാത്മാ, അതായത് മനസ്സ് ശുദ്ധാവും. അപ്പോൾ വിഷയാത്മനാം ദേഹിന, നമ്മുടെ മനസ്സ് ഇങ്ങനെ നല്ല ധർമ്മം അനുഷ്ഠിച്ച് നമ്മൾ നല്ല ശുദ്ധമായി തീർന്നതിന് ശേഷം എന്ത് വേണം? വിഷയാത്മനാം ദേഹിനാം, അതായത് ഈ ഭൗതിക വിഷയങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യരുടെ എന്താ അങ്ങനെയുള്ള ദേഹിന, അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ ഗുണേഷു തത്വധ്യാനേന, അവരുടെ ഈ അവരനുഭവിക്കുന്നതും അവർ ചെയ്യണതും ഒക്കെ പരമാർത്ഥ ബുദ്ധി, അതായത് ഓരോ പ്രവൃത്തിയുടെയും അവർ സുഖം വേണമെന്ന് വിചാരിച്ച് ചെയ്യണ ഈ ഭൗതിക സുഖങ്ങളിൽ മുഴുകിയിട്ടുള്ള ആൾക്കാർ സുഖം വേണമെന്ന് ചെയ്യണ എല്ലാ പ്രവൃത്തിയും സർവാരംഭ വിപര്യം അന്വീക്ഷേത എന്നാണ്. അതായത് എന്താ അർത്ഥം? അവർ സുഖം വേണമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന എല്ലാ പ്രവൃത്തിക്കും വിപരീത ഫലമാണ് കാണുന്നതെന്ന് നല്ലോണം നോക്കി മനസ്സിലാക്കണം എന്ന് പറയാണ്. അതായത് നമ്മൾ സ്വധർമ്മം അനുഷ്ഠിച്ച് ഭാഗവധർമ്മക്കൾ വിരോധമല്ലാതെ അനുഷ്ഠിച്ച് കുറച്ച് ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിന് നല്ല ശുദ്ധി വരും. അങ്ങനെ ശുദ്ധി വന്നിട്ടുള്ള ഒരു സാധകൻ എന്താ ചെയ്യേണ്ടത്? 4 പുറം നോക്കണം. എന്നിട്ട് വളരെ വിഷയികളായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് സുഖത്തിൻ്റെ പിന്നാലെ പോണത്, എന്നിട്ട് അവർക്ക് സുഖം കുറച്ച് നേരത്തേക്ക് കിട്ടിയാൽ പോലും അത് നഷ്ടപ്പെട്ട അവസാനം ദുഃഖപര്യവസായി ആവുന്നു അവരുടെ എല്ലാ ശ്രമങ്ങളും. അതായത് അവർ സുഖം ആഗ്രഹിച്ചിട്ടാണെങ്കിലും ഇതിൽ പറയുന്നില്ല, സർവാരംഭ വിപര്യം മീൻസ് വിപരീത ഫലമാണ് അവർക്ക് കിട്ടുന്നത്. അത് കാണണം, അത് നല്ലോണം മനസ്സിലാക്കണം. അതായത് ശരിക്കും എല്ലാവരും സുഖത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലാ പ്രവൃത്തിയും ചെയ്യണത്. പക്ഷേ സുഖത്തിന് പകരം പലപ്പോഴും ദുഃഖമാണ് ഉണ്ടാവണത്. സുഖം വരണമില്ല, അഥവാ വന്നാൽ അത് നിൽക്കണില്ല അധികം നേരം. മാത്രമല്ല സുഖം വന്നാൽ അത് നഷ്ടപ്പെടുമെന്നുള്ള ഭയമുണ്ട്. അപ്പോൾ ശരിക്കും സുഖം എന്ന് പറയൂല. സുഖം നല്ലോണം വന്നാലും അത് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അതില്ലാതെ പോകുന്നത്. അപ്പം ശരിക്കും നമ്മൾ ഭയത്തോടു കൂടിയാണ് സുഖം അനുഭവിക്കണം. അത് കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും, ദുഃഖം തീരണമില്ല. ഇത് നമ്മൾ 4 പുറം നോക്കിയിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ആസക്തി കുറഞ്ഞു വരും. അങ്ങനെ മാത്രമേ നമുക്ക്, അതാണ് തത്വധ്യാനം വേണേ. അതാണ് ഗുണേഷു തത്വധ്യാനേന. തത്വധ്യാനം കൊണ്ട്, അതായത് നമ്മൾക്ക് ശുദ്ധി വന്നിട്ടുള്ള സാധകൻ 4 പുറവും നോക്കിയിട്ട് ഈശ്വര ഈ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോയാൽ ഞാൻ വീണ്ടും ദുഃഖഗർത്തത്തിലേക്ക് വീഴുകയാണ് ഉണ്ടാവുക എന്ന് ബാക്കിയുള്ളവരെ ഇന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഈ വിഷയസുഖങ്ങളിലുള്ള ആസക്തി പതുക്കെ നമുക്ക് കുറഞ്ഞ് നശിക്കുക ചെയ്യുന്നു. അതാണ് ഇതിൽ പറഞ്ഞത്. എങ്ങനെയാണ് ഈ വിഷയസുഖങ്ങളിലുള്ള ആഗ്രഹം കുറയുക? നമ്മൾ ഈ തത്വത്തിനെ ധ്യാനം ചെയ്യണം. അതായത് 4 പുറം നടക്കണം. ആ സുഖം ആഗ്രഹിച്ച് ദുഃഖത്തിൽ വിപരീത ഫലം കിട്ടി ദുഃഖത്തിൽ ആഴ്ന്ന് ദുഃഖഗർത്തത്തിലേക്ക് വീഴുന്ന സംഭവങ്ങളും ഒക്കെ നമ്മൾ ഈ വിഷയികളുടെ നോക്കിയിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വിഷയസുഖങ്ങൾക്ക് ആഗ്രഹമില്ലാണ്ട് വരും. അതായത് നമ്മൾ നല്ലോണം വിജിലൻ്റ് ആവണം, നമ്മൾ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കണേ. അന്വീക്ഷേത വിശുദ്ധാത്മാ ദേഹിനം വിഷയാത്മനം ഗുണേഷു
തത്വധ്യാനേന സർവാരംഭ വിപര്യം, എല്ലാ എഫർട്ടും അവസാനം ദുഃഖത്തിൽ കലാശിക്കണമെന്ന് നമുക്ക് കാണാം. അതായത് നിത്യസുഖല്ലേ, അതാണ്. സുപ്തസ്യ വിഷയാലോകോ ധ്യായതോ വാ മനോരഥഃ നാനാത്മകത്വാദ്വിഫലസ്തഥാ ഭേദാത്മധീർഗുണൈഃ. നീ എന്താ പറയണേ? സുപ്തസ്യ, അതായത് സുപ്തസ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങണ ആൾക്ക്. വിഷയാലോക ധ്യായത സുപ്തസ്യ വിഷയാലോക, ഉറങ്ങുന്നവന് സ്വപ്നം പോലെയും, ധ്യായത മനോരഥ ച, അതായത് നമ്മളെ മനോരാജ്യം കാണുന്ന ആളുടെ ആ മനോരാജ്യത്തിലെ കഥ പോലെയും. അത് സത്യമല്ലല്ലോ. നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം സത്യമല്ല, മനോരാജ്യത്തിലിരിക്കുമ്പോൾ കാണുന്ന കഥകൾ സത്യമല്ല. പോലെയും ഭേദബുദ്ധി, അതാണ് നാനാത്മകത്വാത് ച യഥാ നാനാത്മകത്വാത് മീൻസ് എന്താ? ഭേദബുദ്ധി വിഫല. ഈ ഭേദബുദ്ധി നാനാത്മകമായതിനാലും, അതായത് നമുക്ക് ഉണ്ടാവണ ഈ മായോണ്ടുള്ള ഭ്രമാണത്. എന്താ? നമുക്കിത് ഇതാ പിന്നെ പറയുന്നുണ്ട്, നാനാത്മകത്വാത് വിഫല യഥ ഗുണൈഹി ഭേദാത്മധീഹി. അതായത് എന്താ പറയണ വെച്ചാൽ, ഉറങ്ങുന്ന ആൾക്ക് സ്വപ്നം പോലെയും, മനോരാജ്യം കാണുന്ന ആൾക്ക് മനോരാജ്യത്തിലത്തെ കഥ പോലെയും, ഈ നമുക്ക് മായ കൊണ്ട് നമ്മളിൽ ഉണ്ടാക്കുന്ന ഈ ഭേദഭാവന പല 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 തരത്തിലുള്ളതായതിനാലും മാത്രമല്ല നമ്മൾ ഇന്ദ്രിയങ്ങളാൽ ഉണ്ടാക്കുന്നതുമാണ്. അത് സ്വപ്നം പോലെയും മനോരാജ്യത്തിലത്തെ കഥ പോലെയും മിഥ്യയാണ്. അതാണ് ഇതിൽ പറയണത്. അതായത് എന്താണ് എന്ന് വെച്ചാൽ, നമുക്ക് ഈ സ്വപ്നം ഉറപ്പാണല്ലോ. നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് അത് റിയലാ തോന്നും. പക്ഷെ ഉണർന്നു കഴിഞ്ഞാലോ അത് മിഥ്യയാണ്, അതായത് ശരിക്കുണ്ടായിരുന്നതല്ല എന്ന് നമുക്ക് ബോധ്യവും. അതേപോലെ തന്നെയാണ് മനോരാജ്യത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ കുട്ടിക്കാലത്തേക്കൊക്കെ പോയിച്ചാൽ കുറച്ച് നേരം നമ്മൾ ശരിക്കും പരിസരം മറന്നിരിക്കും. പക്ഷേ തിരിച്ച് നമ്മളെ മനോരാജ്യത്തു നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ ഞാൻ എന്തൊക്കെ ആലോചിച്ചു, പക്ഷേ ഞാനിപ്പോൾ അവിടെ ഒന്നുമല്ല, ഞാൻ എവിടെ വെച്ചാൽ അവിടെ തന്നെ എത്തി. അത് മിഥ്യയായിരുന്നു അല്ലേ, നമ്മളെ മനസ്സ് സങ്കല്പിച്ചതാണത്. അതേപോലെ സ്വപ്നത്തിലും സ്വപ്നം വെറും സങ്കല്പമായിരുന്നു, ഉണർന്നപ്പോൾ സത്യമില്ല എന്ന് മനസ്സിലായി. അതേപോലെ മനോരാജ്യത്തു നിന്ന് ഉണർന്നാൽ മനോരാജ്യവും സത്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ എപ്പോഴാണ് നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാവണത്? ദേഹാഭിമാനം പോയിട്ട് നമ്മൾ ആത്മാവാണ് എന്നുള്ള അനുഭവം എപ്പോഴാണ് നമുക്ക് ഉണ്ടാവണേ? അപ്പം നമുക്ക് നമ്മളെ ജാഗ്രതയിൽ ഇപ്പം നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ, ഈ ദേഹം കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും സുഖവും ദുഃഖവും ഒക്കെ മിഥ്യയാണെന്ന് നമുക്ക് ജ്ഞാനം ഉദിക്കുമ്പോൾ തോന്നും. അതുവരെ തോന്നില്ല. അതാണ് സ്വപ്നം. ഇത് നമുക്ക് ഉദാഹരണം കാണിച്ചു തരാനേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇപ്പോഴും ദേഹം തന്നെയാണ് വിചാരം, ദേഹാഭിമാനമുണ്ട്. അപ്പം നമുക്കിതൊക്കെ ശരിയെന്ന് തന്നെ തോന്നണം. കാരണം നമ്മൾക്ക് നമ്മുടെ മായാഭ്രമത്തിൽ നമ്മൾ ഭ്രമിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ആത്മാവാണെന്ന് നമുക്ക് അറിയാൻ പുസ്തകം വായിച്ചിട്ട് വെച്ചാലും നമുക്ക് അനുഭവമാവണില്ല. അപ്പം മായയുടെ വലയത്തിലാണ് നമ്മളിപ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ശരിക്കുള്ള തോന്നുക. എന്നാൽ എപ്പോഴാണ് അത് മിഥ്യ തോന്നുക? നമുക്ക് ആത്മജ്ഞാനം, ഞാൻ ആത്മാവാണെന്ന് അനുഭവമാവുമ്പോൾ. പക്ഷെ അതിപ്പോൾ നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ, നമുക്കിപ്പോൾ ദേഹാഭിമാനം ഉണ്ട്, അപ്പോൾ അത് പറഞ്ഞു തരണമെന്ന് വെച്ചാൽ നമുക്ക് വേറെ എക്സാമ്പിൾ കാണിക്കേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഉദാഹരണം പറഞ്ഞത്. എന്താ? സ്വപ്നം കാണുമ്പോൾ നിങ്ങൾക്ക് അത് സത്യമാണ് തോന്നാറില്ലേ? അല്ലേ? ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അത് സത്യമായിരുന്നില്ല, വെറും മനസ്സിൻ്റെ ഒരു സങ്കല്പമായിരുന്നു ഉറങ്ങുന്ന സമയത്ത്. മനസ്സ് ഉറങ്ങിയിട്ടില്ല, അപ്പോൾ മനസ്സിൻ്റെ സങ്കല്പമായിരുന്നു എന്ന് മനസ്സിലായി. അതേപോലെ നമ്മൾ മനോരാജ്യം കാണുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ലോസ്റ്റ് ഇൻ തോട്ട്സ് ആവും ചിലപ്പോൾ, ഇല്ലേ? നമ്മൾ പരിസരമൊക്കെ മറക്കും. എന്നിട്ട് നമ്മളെ മനസ്സിൽ എന്തൊക്കെയോ സങ്കല്പിച്ച് കുട്ടിക്കാലത്തേക്കോ എവിടേക്കാച്ചാൽ പോവും. തിരിച്ച് നമ്മൾ മനോരാജ്യത്തിൽ നിന്ന് ഉണർന്നാലോ, ഓ മൈ ഗുഡ്നസ്, നമ്മൾ അത് സത്യമല്ല നമുക്ക് നല്ലോണം ബോധ്യവും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇപ്പോൾ നമ്മൾ മായയുടെ വലയത്തിലാണ്. അതുകൊണ്ട് നമുക്ക്
ഈ ഇപ്പോൾ പ്രപഞ്ചം മുഴുവനെ സത്യമാണെന്ന് തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ എന്താണ് ഭഗവാൻ പറയണ വെച്ചാൽ, എപ്പോഴാണ് ആത്മജ്ഞാനം ഉണ്ടാവണം, അല്ലെങ്കിൽ ദേഹാഭിമാനം ഇല്ലാതെ ആയിട്ട് ഞാൻ ആത്മാവാണെന്ന് നിങ്ങൾക്ക് ഏത് നിമിഷം ആത്മാവാണെന്നുള്ള അനുഭവം ഏത് നിമിഷം നിങ്ങൾക്ക് തോന്നുന്നുവോ, അപ്പം നിങ്ങൾക്ക് ഉണർന്നപ്പോൾ സ്വപ്നം അയഥാർത്ഥമാണെന്ന് തോന്നിയ പോലെയും മനോരാജ്യത്തിൽ നിന്ന് ഉണർന്നപ്പോൾ മനോരാജ്യം അത് മിഥ്യയാണെന്ന് തോന്നിയ പോലെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് ബോധ്യവും അതുവരെ ബോധ്യാവില്ല. അതാണ് പറഞ്ഞത്. സുപ്തസ്യ വിഷയാലോകോ ധ്യായതോ വാ മനോരഥഃ നാനാത്മകത്വാദ് വിഫലസ്തഥാ ഭേദാത്മധീർഗുണൈഃ. അതാണ് നമുക്ക് ഈ മായയുടെ വലയത്തിലാവുകൊണ്ടാണ് ഇതേ. അപ്പോൾ എന്താണ് മനോരാജ്യത്തിലും അത് നമ്മൾ എന്തൊക്കെ മനസ്സ് സങ്കല്പിക്കില്ലേ, അതൊന്നും മിഥ്യയാണെന്ന് ഉറപ്പാണ്. അപ്പം മായയുടെ ഗുണങ്ങൾ, സത്വരജസ് തമോ ഗുണങ്ങൾ കാരണമാണ് നമ്മുടെ ബുദ്ധി ഇങ്ങനെ ബുദ്ധിഭ്രമം നമുക്കുണ്ടാവണം. അതായത് ഭ്രമിക്കുകയാണ് മായയിലേ. അതുകൊണ്ടാണ് നമുക്ക് വിഷയാനുഭവം ഉണ്ടാവണത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യിച്ചാൽ അപ്പോൾ അതൊന്നും ശരി. അപ്പം ഇനി പറയും നമ്മൾ നിഷ്കാമമായിട്ട് ചെയ്യണം എന്നൊക്കെ പറയട്ടോ. നിവൃത്തം 4 നിവൃത്തം കർമ്മ സേവേത പ്രവൃത്തം മത്പരസ്ത്യജേത് ജിജ്ഞാസായാം സംപ്രവൃത്തോ നാദ്രിയേത് കർമ്മചോദനം. എന്താ പറയണേ? മത്പരഹ നിവൃത്തം മത്പരഹ നിവൃത്തം കർമ്മ സേവേത. പിന്നെയോ പ്രവൃത്തം ത്യജേത്. അതായത് എന്നെ ആശ്രയിച്ച് മത്പരം മത്പരഹ മീൻസ് എന്നെ ആശ്രയിച്ചിട്ട് എപ്പോഴും എന്നെ ആശ്രയിക്കുന്ന ഒരു സാധകൻ, എന്നെ ആശ്രയിച്ച് സാധന ചെയ്യുന്ന ആൾ നിവൃത്തം കർമ്മസേവതേ, നിവൃത്തമായ നിത്യനൈമിത്തികമായിട്ടുള്ള കർമ്മങ്ങളെയൊക്കെ ചെയ്യണം. എന്നിട്ടോ മത്പരം കർമ്മ സേവേത നിവൃത്തം കർമ്മ സേവേത പ്രവൃത്തം ത്യജേത്. അതന്നെ. അതായത് എന്നിൽ നല്ലോണം എന്നെ തന്നെ ആശ്രയിച്ചിട്ട് കാമ്യകർമ്മത്തിനെയൊക്കെ ത്യജിക്കണം. നിവൃത്തം സേവേന നിഷ്കാമമായിട്ടുള്ള കർമ്മത്തിനെ സേവിക്കണം. അതായത് കാമ്യമായിട്ടുള്ള, അതായത് ഫലേച്ഛയോട് കൂടിയിട്ടുള്ള എല്ലാ കർമ്മത്തിനെയും ത്യജിക്കണം. എന്നെ പരിപൂർണമായും ആശ്രയിച്ചുകൊണ്ട് കാമ്യകർമ്മത്തിനെ ത്യജിക്കുകയും നിഷ്കാമകർമ്മത്തിനെ അനുഷ്ഠിക്കുകയും വേണം. ജിജ്ഞാസായാം, അതായത് ആത്മതത്വ വിചാരത്തിൽ അതായത് നമ്മൾ എന്താണ് പറഞ്ഞാൽ എനിക്കൊരു പോസ് വന്നു കേട്ടോ, സോറി. അതായത് എന്നെ തന്നെ ആശ്രയിച്ച് കാമ്യകർമ്മങ്ങളെയൊക്കെ ത്യജിക്കണം, എന്നിട്ട് നിഷ്കാമകർമ്മങ്ങൾ തന്നെ അനുഷ്ഠിക്കണം. പിന്നെയോ അതായത് ആത്മതത്വ വിചാരത്തിൽ നല്ലപോലെ നമ്മൾ അതായത് തത്വവിചാരം ചെയ്യണം. എന്നിട്ട് അതാണ് ജിജ്ഞാസായാം സംപ്രവൃത്ത എന്ന് പറഞ്ഞ തത്വവിചാരത്തിൽ കർമ്മചോദനം, അതായത് നിത്യനൈമിത്തിക കർമ്മങ്ങളെ ആദ്രിയേത്. അതായത് അതിലിപ്പോൾ നിത്യനൈമിത്തിക കർമ്മങ്ങളിൽ കുറച്ച് വീഴ്ച ചെയ്യാം, അത് ചെയ്യണം. പക്ഷേ ഈ നിത്യനൈമിത്തിക കർമ്മം ചെയ്തിട്ട് കാമ്യം, അതായത് ഫലാപേക്ഷയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കണം. ഫലാപേക്ഷ ഇല്ലാതെ ചെയ്യാവൂ എല്ലാതും. നിത്യനൈമിത്തിക കർമ്മം ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. എന്നിട്ട് ആത്മവിചാരം ചെയ്യണം. നല്ലോണം ആത്മവിചാരം ചെയ്തിട്ട് പിന്നെ അങ്ങനെ നല്ലോണം ആത്മജ്ഞാനിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിത്യനൈമിത്തിക കർമ്മങ്ങളെയോ സാധാരണ എല്ലാവരും ചെയ്യുന്ന കർമ്മവിധികളെയോ ഒന്നും നമ്മൾ ശ്രദ്ധ പതിക്കേണ്ട കാര്യമില്ല. അതായത് ആത്മവിചാരത്തിന് സമയം കിട്ടാത്ത അത്ര വണ്ണം നിത്യനൈമിത്തിക കർമ്മങ്ങളിൽ മുഴുകണത് നന്നല്ല. കാരണം ആത്മവിചാരമാണ് അതിൽ ഏറ്റവും പ്രധാനം. അപ്പോൾ
ആത്മവിചാരത്തിന് സമയം ഇല്ലാത്ത അത്ര നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്താൽ ബുദ്ധിമുട്ടായി. കാരണം എന്താ പറഞ്ഞു വെച്ചാൽ ഈ പിന്നെ എന്താണ് ഫലാപേക്ഷയോട് കൂടി കർമ്മം ചെയ്യരുത്, അതൊന്നാമത്. പിന്നെയോ എല്ലാം നിഷ്കാമമായിട്ട് ചെയ്യണം. കർമ്മം ചിലപ്പോൾ നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ വളരെ വിഷമമാണ്, പ്രത്യേകിച്ച് ഈ വ്യാവഹാരിക ലോകത്തിലാവുമ്പോൾ നമുക്ക് കർമ്മം ചെയ്യേണ്ടി വരും. പക്ഷേ ഒന്നും ഫലാപേക്ഷയോടുകൂടി ചെയ്യരുത്. പിന്നെ നിഷ്കാമമായിട്ട് വേണം എല്ലാതും. ഫലാപേക്ഷ അരുത പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ. നിഷ്കാമമായിട്ട് കർമ്മം അനുഷ്ഠിക്കണം. അപ്പോൾ ഒരു ആത്മാന്വേഷി അതല്ലെങ്കിൽ ഒരു സാധകൻ നിഷ്കാമമായിട്ടുള്ള കർമ്മം പോലും നമ്മുടെ ആത്മസാധനയ്ക്ക് തത്വവിചാരത്തിന് സമയം ഇല്ലാതെ ആക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തത്വവിചാരത്തിന് പിന്നെ വിരുദ്ധമാണെങ്കിൽ നിഷ്കാമമായിട്ടുള്ള കർമ്മം പോലും ഉപേക്ഷിക്കാം. നിത്യനൈമിത്യ കർമ്മവും ഉപേക്ഷിക്കാം. തത്വവിചാരത്തിന് ഒരു വിഘ്നം വരികയാണെങ്കിൽ, നമ്മുടെ തത്വവിചാരത്തിന് വിഘ്നം വരികയാണെന്ന് തോന്നിയാൽ നൈമിത്യ കർമ്മവും നിഷ്കാമ കർമ്മവും കൂടി ഉപേക്ഷിക്കാം എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ അത് ചെയ്യരുത്. തത്വവിചാരത്തിന് വേണ്ടിയിട്ട്, തത്വവിചാരം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തത്വവിചാരത്തിന് ഒരു വിഘ്നം വരാൻ ചാൻസ് ഉണ്ടെച്ചാൽ നിത്യനൈമിത്യ കർമ്മവും എന്താ പറയുക നിഷ്കാമ കർമ്മവും കൂടി ഉപേക്ഷിക്കാം. അതൊക്കെ ഇപ്പോൾ അത്ര ജ്ഞാനിയേലേ നിഷ്കാമ കർമ്മം കൂടി ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. നിഷ്ക്രിയനാവണമെങ്കിൽ കുറേ അങ്ങേയറ്റം എത്തണം. അങ്ങേയറ്റം എത്തിയാൽ പിന്നെ ഒന്നും നോക്കാനില്ല, ഒരു കർമ്മം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് പറയണമല്ലോ, അതുവരെ നമ്മളങ്ങനെ ജ്ഞാനിയായി ശരിക്കും വൈരാഗ്യവും ജ്ഞാനവും പൂർണ്ണ ആവണ വരെ നമ്മൾ ഫലേച്ഛയോട് കൂടിയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ത്യജിക്കണമെന്ന് മാത്രമല്ല, നിഷ്കാമമായിട്ട് മാത്രമേ കർമ്മങ്ങൾ അനുഷ്ഠിക്കാവൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവോൾവ് ചെയ്ത് നിഷ്കാമകർമ്മം കൂടി അനുഷ്ഠിക്കേണ്ട, അല്ലെങ്കിൽ നിത്യനൈമിത്യവും നിഷ്കാമകർമ്മം ഒന്നും അനുഷ്ഠിക്കേണ്ട എന്നുള്ളൊരു നില എത്തി. അതായത് തത്വവിചാരം മാത്രം മതി എന്നായിത്തീരും. അതാണ്. അതായത് അത്രയ്ക്ക് ഒരു അന്വേഷണം നടത്തുന്ന ഒരാൾക്ക് നിഷ്കാമമായിട്ടുള്ള കർമ്മത്തിൻ്റെ പ്രേരണ പോലും പതുക്കെ ഉപേക്ഷിക്കാം എന്നാണ് പറയണത് കേട്ടോ. നിവൃത്തം കർമ്മസേവേത പ്രവൃത്തം മത്പരസ്ത്യജേത് ജിജ്ഞാസായാം സംപ്രവൃത്തോ നാദ്രിയേത് കർമ്മചോദനം. അപ്പോൾ നമുക്ക് നിഷ്കാമകർമ്മത്തിനുള്ള പ്രചോദനം കൂടി നമുക്ക് അവഗണിക്കാം, വേണമെന്നില്ല എന്ന് വെച്ചാൽ അത്ര പ്രധാനമാണ് എന്ത് ഈ ആത്മവിചാരത്തിൽ അങ്ങോട്ട് മുഴുകിയ ആൾക്ക് പിന്നെ വേറെ കർമ്മങ്ങളെ പറ്റിയൊന്നും വിചാരിക്കേണ്ട. ആത്മവിചാരത്തിൽ മുഴുകിയിട്ട് ആത്മജ്ഞാനിയായിട്ട് ആത്മാനന്ദം അനുഭവിച്ചിരിക്കാൻ പോകുന്നതാണ്. അതാണ് പറയണത്. ഇനി യമാൻ ഒരു ഇതും കൂടി ചേർന്ന് നിർത്താം. യമാൻ അഭീക്ഷണം സേവേത നിയമാൻ മത്പര ക്വചിത് മദഭിജ്ഞം ഗുരും ശാന്തം ഉപാസീത മദാത്മകം മത്പരഃ യമാൻ, അതെ മത്പരഃ, അതായത് എന്നെ തന്നെ ആശ്രയിച്ച് യമനിയമങ്ങളെ, അതാണ് യമം അവിടെ യമം അഹിംസ, പിന്നെ സത്യം, അതൊക്കെയാണല്ലോ യമങ്ങൾ അല്ലേ. അതായത് എന്നെ ആശ്രയിക്കുന്ന ഒരു ആത്മാന്വേഷി ഈ യമനിയമങ്ങളെ, അതായത് അഹിംസ മുതലായ നിയമങ്ങളെ എന്തു വേണം, യമാൻ, അതാണ് യമ. അഭീക്ഷണം സേവേത, അതായത് സദാ സേവിക്കണം, അതായത് യമനിയമങ്ങൾ ശരിക്കും അനുഷ്ഠിക്കണം എന്ന്. പിന്നെയോ സേവേത നിയമാൻ ക്വചിത് സേവേത, അത് ശരിക്കും നല്ലോണം അത് അനുഷ്ഠിക്കണം എന്ന്. പിന്നെ എന്താണ് പറയണത്, അല്ലേ അതന്നെ, അതെ വളരെ ആദരവോട് കൂടിയിട്ട് യമങ്ങളെ അഹിംസ സത്യം മുതലായതിനെ ആചരിക്കണം. പിന്നെയോ ആദരവോടെ ആചരിക്കണം കേട്ടോ. സേവേത അനുഷ്ഠിക്കണം. നിയമാൻ, പിന്നെ യമാണ് ആദ്യം പറഞ്ഞത്, അഹിംസ സത്യം ആഗ്നേയം, അതൊക്കെ നിയമങ്ങൾ തന്നെ. ശൗചം ദാനം മുതലായിട്ടുള്ള നിയമങ്ങളെ ക്വചിത് സന്ദർഭം പ്രകാരം ഒക്കെ അതും അനുഷ്ഠിക്കണം. മതഭിജ്ഞം, അതായത് എന്നെ അറിഞ്ഞവനും, ഭഗവാൻ പറയുകയാണേ, അപ്പോൾ എൻ്റെ സ്വരൂപം സിദ്ധിച്ചവനുമായ ഗുരുവിനെ ഉപാസിക്കേണ്ടതാണെന്ന്. എന്താ ഇതിൽ പറയണ അറിയോ,
ഇങ്ങനെ ആത്മാന്വേഷി നിഷ്കാമായിട്ടുള്ള കർമ്മം പോലും വേണമെങ്കിൽ ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ യമവും നിയമവും നമ്മൾ അത് അഷ്ടാംഗ യോഗത്തിൽ കണ്ടുല്ലോ, യമം നിയമം പിന്നെയാണ് ആസനം. അപ്പോൾ എന്താ അതിൽ പറഞ്ഞു വെച്ചാൽ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ് യമവും നിയമവും. അപ്പോൾ അഹിംസ, സത്യം മുതലായ യമങ്ങൾ കൃത്യമായിട്ട് ആചരിക്കണം. പിന്നെയോ ശൗചം, അതായത് നിയമങ്ങളാണ് ശൗചം, സന്തോഷം തുടങ്ങിയതൊക്കെ. അഥവാ അത്ര തന്നെ നിഷ്കർഷയായിട്ടില്ലെങ്കിലും യമമാണ് അധികം നിഷ്കർഷയോടെ അനുഷ്ഠിക്കേണ്ടത്. നിയമം കുറച്ചും കൂടി നമുക്കൊരു അത്ര തന്നെ പിന്നെ വളരെയധികം ദൃഢമായിട്ട് അത് അനുഷ്ഠിക്കണം എന്നില്ല. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉദാസീനത വന്നാലും സാരമില്ല. ബ്രഹ്മാനുഭവം തേടിയിട്ട്, അതായത് ഒരു ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുവിനെ തന്നെ ആശ്രയിക്കണം. പിന്നെ വേണ്ടത് അതാണ്. യമനിയമങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് പിന്നെ ശരിക്ക് എന്നെ അറിഞ്ഞവനെന്ന് പറയുന്നുണ്ടല്ലോ, മതഭിജ്ഞെന്ന്. അതായത് എന്നെ ശരിക്കറിഞ്ഞവനും ശാന്തനും എൻ്റെ സ്വരൂപം തന്നെ ആയിത്തീർന്നവനും എന്താ അർത്ഥം? ശരിക്കുള്ള ബ്രഹ്മജ്ഞാനി എന്നെ ആയിട്ടുള്ളൊരു ഗുരുവിനെ ഉപാസിക്കണം. അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ടേ കാര്യമുള്ളൂ. അത് പ്രത്യേകം പറയണ്ടേ. എന്താ ഇപ്പം ഇതിൽ പറഞ്ഞാൽ വെച്ചാൽ എന്നെ തന്നെ ആശ്രയിച്ചിട്ട്, അതായത് ഭഗവാനെ എപ്പോഴും ആശ്രയിച്ചിട്ട്, അല്ലെങ്കിൽ ഭഗവത് പാദാരവിന്ദങ്ങളിൽ എപ്പോഴും മനസ്സൂന്നിക്കൊണ്ട് തന്നെ യമവും നിയമവും ഒക്കെ അനുഷ്ഠിക്കണം. പ്രത്യേകിച്ച് യമം നിഷ്കർഷയായിട്ട് അനുഷ്ഠിക്കണം. നിയമങ്ങൾ അത്ര തന്നെ നിഷ്കർഷയായിട്ട് അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും സാരമില്ല. എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം, അങ്ങനെ യമനിയമാദികളൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം, നല്ല മനഃശുദ്ധി വന്നതിന് ശേഷം എന്നെ അറിഞ്ഞവനും എന്ന് പറയണ്ട അല്ലേ. അതായത് ശരിക്ക് ബ്രഹ്മജ്ഞാനി ആയിട്ടുള്ള ആളെ, എന്നിൽ സ്വരൂപം പ്രാപിച്ചവനെന്ന് പറയാം. അതായത് സ്വസ്വരൂപം എന്താ? ഭഗവാൻ അല്ലേ. നമ്മുടെ എല്ലാവരുടെയും സ്വസ്വരൂപം ഭഗവാനാണ്. അങ്ങനെ എന്നെ തന്നെ പ്രാപിച്ച ആത്മസാക്ഷാത്കാരം നേടിയ ഒരു ഗുരുവിനെ പിന്നെ നമ്മൾ ഈ സാധകൻ ഉപാസിക്കണം, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ ഉപദേശം തേടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 5 വായിച്ച് നിർത്താം. യമാൻ അഭീക്ഷ്ണം സേവേത നിയമാൻ മത്പരക്വചിൽ മദഭിജ്ഞം ഗുരും ശാന്തം ഉപാസീത മദാത്മകം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.